ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിന്ന് ഓച്ചിറ പോവുകയാണേ. അപ്പോൾ ഓച്ചിറ പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഓച്ചിറ പോകുന്ന വഴിക്ക് നമ്മൾ പകുതിക്ക് വെച്ച് അച്ഛനെ കാണാതൊക്കെ ആയി കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞങ്ങൾ ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓച്ചിറയിലെത്തി ഇന്ന് ഓച്ചിറ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്, ഞായറാഴ്ചയും കൂടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓച്ചിറയിലേക്ക് വന്നത്. അധികം തിരക്കില്ലെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊഴുതിട്ടൊക്കെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തൊഴാനായിട്ട് പോകുവാണേ. വൃശ്ചിക മാസം തുടങ്ങുമ്പോൾ തന്നെ ഓച്ചിറയിൽ പോക്ക് എല്ലാവർക്കും ഒരു പതിവാണല്ലേ. വൃശ്ചിക മാസം 12 ദിവസം അല്ലെങ്കിൽ 13 ദിവസം വരെയും ഓച്ചിറയിൽ നല്ല ആഘോഷമൊക്കെ ആയിരിക്കും കേട്ടോ. ഈ പ്രാവശ്യം ഓച്ചിറ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് വരാൻ സാധിച്ചു കേട്ടോ. അത്യാവശ്യം തിക്കും തിരക്കും ഒക്കെയുള്ള ദിവസം തന്നെയാണ് ഞങ്ങൾ പോയത്. എന്നാൽ രാവിലെ വന്നാൽ അധികം ആളും കാണത്തില്ലെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. വൈകുന്നേരം അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ആളായിരിക്കും അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കയ്യിലെ കാശ് പോകുന്നതും അറിയത്തില്ല, ഇവിടുന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകാനും തോന്നത്തില്ല. ആ ഒരവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാനും ദേവക്കുട്ടിയും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ദേവയാണെങ്കിൽ ഓരോരോ സാധനങ്ങൾ വേണമെന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ അമ്പലത്തിൻ്റെ നടയിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ കാള നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട് ഞാനും ദേവക്കുട്ടിയും കൂടെ തൊഴാനായിട്ട് പോയതാണേ. അങ്ങനെ നമ്മുടെ കാളേനെയൊക്കെ തൊഴുത് നമ്മൾ വീണ്ടും നടന്നു അമ്പലത്തിലോട്ട് തൊഴാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ അച്ഛനുമായിട്ടാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിലേക്ക് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റൊക്കെ സമയത്തൊക്കെ ആയിരുന്നു അമ്പലത്തിലേക്ക് വന്നത്. ഇപ്രാവശ്യം എന്തായാലും ആദ്യം തന്നെ നമുക്ക് അമ്പലത്തിൽ വന്ന് തൊഴാൻ സാധിച്ചു കേട്ടോ. കുറേ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ. ഓച്ചിറയിൽ വന്നു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സാധനങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ കാണുന്നത് അല്ലേ. എല്ലാം എടുത്തങ്ങ് വാരിക്കെട്ടിക്കൊണ്ട് പോകാൻ തോന്നും, അത്രയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ. വിലയുണ്ടോയെന്ന് ചോദിച്ചാൽ വിലയുണ്ട് താനും, വിലയില്ലേന്ന് ചോദിച്ചാൽ വിലയില്ല താനും. പണ്ടൊക്കെ 10 രൂപയുടെ സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. 10 രൂപ കട, 20 രൂപ കട, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അധികം കാണാറില്ല, എന്നാലും 10 രൂപ കടകൾ കാണാറുണ്ട്, അപൂർവമാണ് കേട്ടോ. 41 ദിവസവും ഇവിടെ ആഘോഷം തന്നെയാണ്. ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസം 12-ാം തീയതി വരെ കേട്ടോ, 1 മുതൽ 12 വരെയാണ്. അപ്പം ഇവിടെ കുറേ ആൾക്കാർ കുടില് കെട്ടിയൊക്കെ താമസിക്കും. 41 ദിവസമൊക്കെ താമസിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ഉച്ചയൂണ് നമ്മൾ അവിടെ നിന്നായിരുന്നു. കുടില് കെട്ടി താമസിക്കുന്നവരുടെ നിന്ന് നമ്മൾ ചോറ് മേടിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ ഇന്നത്തെ ഉച്ചയ്ക്ക്. ഇത് നമ്മൾ കടയിൽ കയറിയത് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചാണ്. ഈ ഏറ്റവും താഴെ ഇരിക്കുന്ന റോയ്ക്കകത്ത് മൊത്തം 10 രൂപ സാധനങ്ങളാണ് കേട്ടോ. ഈ ഇരിക്കുന്ന എല്ലാം 10 രൂപയാണ്. പക്ഷെ അതിൻ്റെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും എല്ലാം 20, 10-20 രൂപയുടെ സാധനങ്ങളായിരുന്നു ഇതെല്ലാം കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരുന്നു. 10 രൂപയ്ക്കും 20 രൂപയ്ക്കൊക്കെ ഇത് ലാഭം തന്നെ ആയിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ക്ലിപ്പുകളൊക്കെ, കുഞ്ഞുങ്ങളുടെ തലയിൽ വെക്കാൻ പറ്റിയ നല്ല ക്ലിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചീപ്പ്, സ്ലൈഡ്, പൊട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 10 രൂപയ്ക്ക് നല്ല നല്ല സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മോശമായിട്ടുള്ള സാധനങ്ങളും ഉണ്ട്, 2 ടൈപ്പും ഉണ്ട് കേട്ടോ. ചില ക്യൂടെക്സ് ഒക്കെ എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും കാണത്തില്ല, ആ ഒരവസ്ഥയിലുള്ളതും ഉണ്ടായിരുന്നു. നല്ല നല്ല വളകളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ദേവക്കുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തത് വള കേട്ടോ. അതുപോലെ തന്നെ ക്ലിപ്പ്, ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തത് ഇവിടുന്ന്. 10 രൂപ 20 രൂപ കടയിൽ നിന്ന് എടുത്തതാണ് ഇത്രയേ. പിന്നെ നമ്മൾ ഇതെല്ലാം മേടിച്ച് പോയപ്പോഴത്തേക്കും നമ്മൾ ചട്ടിക്കട കണ്ടു കേട്ടോ. കുറേ ചട്ടി വിൽക്കുന്ന കട. പക്ഷേ ഇവിടെ എല്ലാം നല്ല വിലയായിരുന്നു. നമ്മളിവിടുന്ന് ഓച്ചിറയിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ സ്ഥലത്ത് തന്നെ നമുക്ക് 100 രൂപയ്ക്ക് വലിയ ചട്ടി കിട്ടി. പക്ഷേ ഇവിടെ 150, 160 രൂപയ്ക്കേ ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് മേടിച്ചിട്ടില്ല കേട്ടോ ചട്ടിയൊന്നും. അങ്ങനെ നമ്മൾ അവിടുന്ന് ചട്ടിയും ഓലും എല്ലാം നോക്കി നടക്കുവാണ്. ഈ കടയിൽ കയറി ഞാൻ ചട്ടിയുടെ വില ചോദിച്ചു, പക്ഷെ നല്ല വിലയുണ്ടായിരുന്നു. ഈ ഇടിക്കൽ ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ അത്യാവശ്യം വിലയുള്ളത് കൊണ്ട് തന്നെ എടുത്തതുമില്ല. ഈ കാണുന്ന മാലയ്ക്കെല്ലാം 50 രൂപയാണ് കേട്ടോ. ഞാൻ കണ്ടതിൽ ഇത് മാത്രമേ ഉള്ളൂ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ കിടക്കുന്ന മാലകൾക്കെല്ലാം 50 ആണ്. 50 രൂപയ്ക്ക് ഈ മാല കിട്ടുകയെന്ന് വെച്ചാൽ വലിയ ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറേ മോതിരക്കടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓരോ ആളുകാർക്കും ഓരോ കളർ എന്ന രീതിയിൽ ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇടിയൻ വള, ഇതിനൊക്കെ 250 റേറ്റ് വരുന്നതായിരുന്നു.
അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നാഗഭഗവാന്മാരുടെ അടുത്തേക്കാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ തൊഴുത് അവിടെയും ഇഷ്ടം പോലെ കുടിൽ കെട്ടി താമസിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ തൊഴുതിട്ട് വീണ്ടും നമ്മൾ വന്നപ്പോഴത്തേക്കും കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇതെല്ലാം 10 രൂപയുടെ കമ്മലുകളാണ് കേട്ടോ. 10 രൂപ, ഇവിടുന്ന് അങ്ങ് വരെയും 10 രൂപ കമ്മലുകളാണ്. കൂടാതെ 20 രൂപ, 30, 40 രൂപ വരെയുള്ള കമ്മലുകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളെടുത്തത് ഇത്രയും കമ്മലാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്നതെല്ലാം 40. ഞാൻ നേരത്തെ ആദ്യം കാണിച്ചതെല്ലാം 10 രൂപയുടെ കമ്മലുകളായിരുന്നു. സ്റ്റഡ് മോഡൽ കമ്മലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ മേടിക്കാനുള്ളതൊക്കെ മേടിക്കുന്നുണ്ട്. ഈ കാണുന്ന പമ്പര ഉരുട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു ആൾ. ഈ ഓച്ചിറ വിട്ട് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇതൊടിച്ച് കയ്യിലും എടുത്തു. ഞാനിത് മേടിച്ചത്, ഇത് നമ്മുടെ കുന്തിരിക്കയൊക്കെ പുകയ്ക്കാനുള്ള സംഭവമാണ്. ഇതെനിക്ക് ഒരെണ്ണം അത്യാവശ്യമായിട്ട് വേണമെന്ന് വിചാരിച്ചാണ്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കിട്ടി. 25 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുന്തിരിക്കയും കൂടെ മേടിക്കുവാണെങ്കിൽ 40 രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുന്തിരിക്കവും നമ്മുടെ പുകയ്ക്കുന്നതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും പോയി. കുറേ സാധനങ്ങൾക്കൊക്കെ വില കുറവായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. പണ്ട് മുതലേ നമുക്ക് കേൾക്കുമ്പോൾ ഓച്ചിറന്ന് കേൾക്കുമ്പോഴത്തേക്കും 5 രൂപയുടെ സാധനം മുതൽ അങ്ങോട്ട് തന്നെ ഉണ്ടല്ലേ. 5 രൂപ സാധനങ്ങൾ, 10 രൂപ സാധനങ്ങൾ, 20 രൂപ സാധനങ്ങളൊക്കെ അല്ലേ നമുക്ക് കാണാൻ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപ മാത്രമായിരുന്നു കേട്ടോ. ഒരെണ്ണത്തിന് 20 രൂപ. കുറേ വലിയ വലിയ കമ്മലുകളുടെയൊക്കെ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കമ്മലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതൊന്നും മേടിച്ചതും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. പൊരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബജി, പൊരി, മധുരപ്പലഹാരങ്ങൾ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ അലുവ, നല്ല അടിപൊളി അലുവയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ട് നടന്നു. ഒന്നും മേടിച്ചില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വറുത്ത് പൊരിച്ച് ടിന്നിലാക്കി ഇട്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമല്ലേ. പല പല കളറിലും ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഇവിടെ ഒരാൾ നല്ല രീതിയിൽ എല്ലാം വാരി എടുക്കുന്നുണ്ട്. കയ്യിലൊരെണ്ണം ഇരിക്കുന്നത് കൊണ്ട് ഇപ്പം ആക്രാന്തം കാണിക്കാത്തതാണ്. അതിൻ്റെ പണി കഴിയുമ്പം അടുത്തതിന് ആക്രാന്തം തുടങ്ങും. ആ ഒരവസ്ഥയിലാണ് ദേവ. ചെരുപ്പിൻ്റെയൊക്കെ കളക്ഷൻസ് പറയുവാണെങ്കിൽ നല്ല രീതിയിൽ വിലക്കുറവുണ്ടെന്ന് പറയാം. 150 രൂപയ്ക്കൊക്കെ നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കടയിലൊന്ന് കയറി ചെരുപ്പിൻ്റെ വിലയൊക്കെ ഒന്ന് തിരക്കിയിട്ടിറങ്ങി. കുഴപ്പമില്ലാത്ത അടിപൊളി ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 250, 150, ഏതെടുത്താലും 150. ഈ കാണുന്ന ചെരുപ്പിനെല്ലാം 150 രൂപയായിരുന്നു. 150 രൂപയ്ക്ക് ഇതൊക്കെ ലാഭം തന്നെയാണ്. കാരണം നമ്മുടെ അടുത്തുള്ള കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ പോയാലും 250 രൂപ വരും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊക്കെ ലാഭമായിരുന്നു. ഷൂവിനൊക്കെ നമ്മൾ 250 രൂപയായിരുന്നു. ഏതെടുത്താലും 250 എന്ന് പറയുന്ന വരെ 250 രൂപയായിരുന്നേ. പിന്നെ ഗ്ലാസ് സെറ്റ് 100 അങ്ങനെയൊക്കെയായിരുന്നു വില. ഇവിടുന്ന് കടകളിലെല്ലാം കയറിപ്പോകാനിരുന്ന് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഇറങ്ങുന്നതേ അറിയത്തില്ല കേട്ടോ. കാശിൻ്റെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഈ കടയിൽ കയറിയപ്പോഴത്തേക്കും ഏതെടുത്താലും 20 രൂപയെന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. പക്ഷേ ചില സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അവർ 40, 50 പറയുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ എഴുതി വെച്ചിട്ടേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെ വില വലുതാകുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ബിസിനസ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ കുറച്ച് ട്രിക്സ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചാലല്ലേ സാധനങ്ങൾ വിറ്റു പോകത്തുള്ളൂ. അപ്പം നമ്മൾ അടുത്ത വന്നിരിക്കുന്നത് നമ്മൾ ചീരത്തൈ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചീരത്തൈയൊക്കെ മേടിച്ചതിൻ്റെ അതിൻ്റെ ഇപ്പുറത്തെ കടയിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പാവക്കുട്ടികളെ കണ്ടു കേട്ടോ. ഇതിൻ്റെ വില ചോദിക്കാനുള്ള ആളിവിടെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ മേടിക്കാനും പറ്റിയില്ല. കാരണം ഇവിടെ ആളില്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. ഞങ്ങളിവിടെ നോക്കിയിട്ടിങ്ങി വരുമായിരുന്നു. പിന്നെ നമ്മൾ കണ്ടതാണേ നല്ല അടിപൊളി ഭംഗിയുള്ള കുട്ടികൾക്ക് വെക്കുന്ന റായാണേ. ഇത് നല്ല കാണാൻ തന്നെ രസമുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കണ്ട് നേരെ ഞങ്ങളിനി പോകാനിരിക്കുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കുറേ പഴയകാല മിഠായികൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാരങ്ങ മിഠായി, പുളി മിഠായി, ബീഡി മിഠായി, സ്വർണ്ണ മിഠായി, ഇതിങ്ങനെയുള്ള പഴയകാല കുറേ മിഠായികളുണ്ടായിരുന്നു. അച്ഛൻ മേടിച്ചത് ഇഞ്ചി മിഠായിയാണ് കേട്ടോ. കാരണം അച്ഛന് വയറിന് നല്ലതാണ് ഇഞ്ചി മിഠായി എന്നും പറഞ്ഞ് അച്ഛൻ ഇഞ്ചി മിഠായിയാണ് മേടിച്ചത്. ഇഞ്ചി മിഠായ 20 രൂപയല്ലോ മേടിക്കും. ബീഡി മിഠായി
ഇതുവാ അതിട്ടേക്ക് എന്ത് ഇഞ്ചി മിഠായി കൊണ്ട് ഗുണം എന്തുവാ? ഇഞ്ചി കൊണ്ട് വലിയ സംഭവം ഞാൻ പെറുക്കി എടുക്കുന്നു. നമ്മുടെ ജീരക മിഠായിയാണ് ഇത്. നല്ല ടേസ്റ്റുള്ള മിഠായിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടൊക്കെ. പിന്നെ നമ്മൾ കടയിൽ കാണുന്നൊരു മിഠായിയായിരുന്നു ബീഡി മിഠായി, നാരങ്ങ മിഠായി, പേട മിഠായി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മിഠായി നമ്മുടെ പുളിമിഠായി തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ സ്വർണ്ണ മിഠായി. ഈ വീഡിയോ കാണുന്ന കുറേ പേർക്കൊക്കെ ഓർമ്മ കാണുമായിരിക്കും. കുഞ്ഞിലെ നമ്മൾ സ്വർണ്ണ മിഠായി, എനിക്കൊക്കെ ഈ മിഠായി മേടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട്. പക്ഷെ ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. അന്നൊന്നും നമ്മുടെ കയ്യിൽ ഈ മിഠായി മേടിക്കാനുള്ള കാശൊന്നും ഇല്ലായിരുന്നു. ഈ മിഠായിക്കടയിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ മിഠായിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത്, നമ്മുടെ പുളിമിഠായി. അങ്ങനെ നമ്മൾ അലുവക്കടയിൽ കയറി കേട്ടോ. നല്ല അടിപൊളി അലുവയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. അലുവയും മിഠായിയും ഈ മധുര സാധനങ്ങളും എല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. പിന്നൊന്നും മേടിക്കാനും തോന്നത്തില്ല. എനിക്കങ്ങനെയാണ് കേട്ടോ. എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും എൻ്റെ വയറ് നിറയും. അങ്ങനെ നമ്മൾ അതിനിപ്പുറത്തുള്ള നേഴ്സറിയിലോട്ടാണ് കയറിയത്. അവിടെ കുറച്ച് തൈകളൊക്കെ ഉണ്ടായിരുന്നു, പച്ചക്കറിക്ക് തൈകൾ. 2-3 തൈകളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ദേവക്കുട്ടിക്ക് ഒരു വാച്ച് മേടിക്കാമെന്നും പറഞ്ഞൊരു വാച്ച് കടയിൽ കയറി. പക്ഷെ നല്ല വിലയായിരുന്നു കേട്ടോ. എന്നാൽ വല്ല ക്വാളിറ്റി ഉണ്ടോ അതും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ചിട്ടില്ല. 50, 100, 150 അങ്ങനെ റേറ്റ് ആയിരുന്നു. പക്ഷേ വലിയ നല്ല വാച്ചൊന്നും അല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. ഈ 50 രൂപയുടെ വാച്ചൊന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് സമയം പോലും കാണിക്കുന്നില്ല. വെറും തട്ടിപ്പ് വാച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ നടന്നു. ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു അച്ഛനെ കാണാതായത്. അച്ഛൻ ബാത്റൂമിൽ പോയതായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ നോക്കി നിന്നില്ല, അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ എന്നെ കാണാതെ വേറെ വഴിക്ക് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ നേരം വിഷമിച്ചു. ഭയങ്കര പേടിയൊക്കെ ആയി കേട്ടോ. എന്തായാലും ആളെ കാണാൻ പറ്റി. പിന്നെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വന്നു. അങ്ങനെ നമ്മൾ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മളെന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു കുടിലിൽ കയറി നമ്മൾ ചോറ് കഴിച്ചു. ചോറും സാമ്പാറും തോരനും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ കുടിൽ കെട്ടി താമസിക്കുന്നതിൻ്റെ അവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ. ഇത്ര നേരം ബഹളമായിട്ടിരുന്ന ആൾ ഇപ്പം നല്ല സൈലൻ്റ് ആയിട്ട് ഇരിക്കുവാണ്. കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.